ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ 100 കോടി ഒഫീഷ്യലായിട്ട് എത്തിയ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ സിതാര എൻ്റർടൈൻമെൻറ്റ്സ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർ ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ തന്നെയാണ് 100 കോടി നേടിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് തന്നെ പറയാം. നമ്മൾ ആ ഒരു കളക്ഷൻ്റെ 1 തൊട്ട് 100 വരെ എത്തുന്നതിനകത്തിലും അതിനകത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമെല്ലാം ആ എലിമെൻ്റ് എല്ലാം നല്ല ഗംഭീരമായിട്ട് ആ ഒരു വീഡിയോയിലുണ്ട്. എന്തായാലും ഒരു പോസ്റ്ററാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 1 ബില്യൺ റുപ്പി ഗ്രോസ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ ഒരു കമൻറ്റിലൂടെ തന്നെ വരുന്നു. എന്തായാലും സിനിമ കഴിഞ്ഞ ദിവസം വരെയുള്ള അപ്ഡേറ്റുകളിൽ 96 കോടിയാണ്. പിന്നീട് ദുൽഖറിൽ നിന്ന് യാതൊരു അനക്കവും ഉണ്ടായില്ല. അതിനുശേഷം നമ്മളും തീരുമാനിച്ചു ഇനി 100 കോടി അടിക്കാതെ ഈ ഒരു സിനിമയെക്കുറിച്ച് യാതൊരു വീഡിയോയും ചെയ്യില്ല. കാരണം നമുക്ക് ഉറപ്പായിരുന്നു ഈ സിനിമ 100 കോടി കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഒഫീഷ്യലായിട്ട് യാതൊരു അനൗൺസ്മെൻറ്റും ഇല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു അറ്റം വരെ എത്തിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ നല്ല ഒരു മാറ്റം, 100 കോടി അടിച്ചത് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുന്നു. സിതാര എൻ്റർടൈൻമെൻറ്റ്സ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വാർത്തയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം, അതായത് ഒരു ടയർ 2 നായകൻ എന്ന് തന്നെ നമുക്ക് ദുൽഖറിനെ കുറിച്ച് പറയാനുള്ളൂ. തെലുങ്കിൽ എടുത്തു ചെല്ലുമ്പോൾ അവിടെ നാനി ആണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ടയർ 2 എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെലുങ്കൻ തന്നെയാണ്. അവിടെ ഈ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് 90 കോടിയിൽ നിൽക്കുന്ന 2 സിനിമകളുണ്ട്. ദുൽഖറിനുമുണ്ട്. ഇവിടെ 100 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ദുൽഖർ എന്നുള്ളതാണ്. നേരത്തെ 98 കോടിയിൽ നിന്ന സീതാരാമം നമുക്കറിയാം, ക്വാളിറ്റി ബേസ് ഗംഭീര സിനിമയാണ്, മൾട്ടിപ്പിൾ ടൈംസ് വ്യൂസ് ഉള്ള സിനിമയാണ്. അതിന് മുകളിലേക്കാണ് ഈ ഒരു സിനിമ എത്തിയത്. തിയേറ്ററിൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ്. എങ്ങും ബോറടിക്കാനോ ലാഗടിക്കാനോ ഒരു കുറ്റം പറയാനോ ഇല്ലാത്ത സിനിമ തന്നെയെന്ന് പറയാം. പ്രകടനമാണെങ്കിലും കഥയാണെങ്കിലും തിരക്കഥയാണെങ്കിലും ഒരു തെലുങ്ക് സിനിമ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ മലയാളികൾ മലയാള സിനിമയായിട്ടും തമിഴന്മാർ തമിഴ് സിനിമയായിട്ടും കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ പോസ്റ്ററും പുറത്ത് വന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് 1.009 ബില്യൺ റുപ്പീസ് എന്ന് തന്നെ പറഞ്ഞ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ. എന്തായാലും ഈ ഒരു വാർത്ത കാത്തിരുന്നത് നിങ്ങൾ ആരൊക്കെയാണ്? നിങ്ങളൊന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്തായാലും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മൾ ഇന്നലെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കണ്ടില്ല. ഇന്ന് ഒഫീഷ്യലായിട്ട് അത് പുറത്തു വരുമ്പോൾ വളരെയധികം സന്തോഷം. വേഫെയറർ ഫിലിംസും ഇപ്പോൾ അത് പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ദുൽഖർ, കൺഗ്രാജുലേഷൻ ദുൽഖർ ഫാൻസ്, കൺഗ്രാജുലേഷൻ മലയാളീസ്. കാരണം നമ്മളുടെ ഒരു വലിയ സന്തോഷമാണ് ഒരു മലയാളി നടൻ അന്യഭാഷയിൽ പോയി വലിയൊരു ഹിറ്റ് അടിക്കുക. ഇവിടെ ഹിറ്റ് മാത്രമല്ല അടിച്ചിരിക്കുന്ന 100 കോടി നേടുക എന്നുള്ളത്. നമുക്ക് മഹാരഥന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ നമ്പർ 1 നടന്മാരാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മുകളിലേക്കുള്ള ഒരു പോക്കാണ് ദുൽഖറിൻ്റെ കാണുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നു. വേറെ ഒന്നുമല്ല, അന്യഭാഷയിൽ പോയിട്ട് അവിടെ വലിയ വിജയം ഉണ്ടാക്കുകയും അവിടുന്ന് 100 കോടി അടിക്കുക എന്നത് ഒരു മലയാളി നടനും കഴിഞ്ഞിട്ടില്ലാത്തതാണ്. നായകനായിട്ട് നിന്നുകൊണ്ട് സൈഡ് റോളിൽ പോയി ഒരു സീനിൽ വന്ന് നിന്നിട്ട് 500 കോടി സിനിമയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ദുൽഖറിനും ഉണ്ട് എന്ന് തന്നെ പറയാം. കൽക്കി എന്ന സിനിമ എടുത്തു നോക്കുമ്പോൾ 1000 കോടിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കല്ല, നായകനായി നിന്നുകൊണ്ട് പല ദേശങ്ങളിലെ ജനങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ അവരുടെ നടനാന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിച്ച് 100 കോടി നേടുന്ന ഏക മലയാളി നടൻ, ആദ്യ മലയാളി നടൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ്? ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറയാം. തീർച്ചയായും സബ്സ്ക്രിപ്ഷനും കമൻസും ഒക്കെ ഒന്ന് പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.